സാറേ, എനിക്കൊരു 200 രൂപ വേണം. സോറി, ഇവിടുന്ന് പിൻവലിക്കാവുന്ന ഏറ്റവും ചെറിയ തുക 20,000 രൂപയാണ്. അതിനേക്കാൾ കുറഞ്ഞ തുക വേണമെങ്കിൽ ATM-ൽ പോണം. അയ്യോ, ഇവിടെ അടുത്തുള്ള ATM-ലൊക്കെ നോക്കി, അവിടെ ഒന്നും പണമില്ല. എന്നാ കുറച്ച് അപ്പുറത്ത് വെറും 4 കിലോമീറ്റർ പോയാൽ മതി. എന്താ അന്വേഷൺ? പുള്ളിക്കൊരു 200 രൂപ വിഡ്രോ ചെയ്യണോ? അയ്യോ സാറേ, എന്റെ പൈസ എന്റെ അക്കൗണ്ടിൽ എന്തോ സാറേ തടസ്സം. ഹലോ ചേട്ടാ, ഇത് ബാങ്കിന്റെ നിയമമാണോ? നിക്ഷേപിക്കുന്നതിന് ഈ നിയമം തന്നെ സാറേ. നിക്ഷേപങ്ങൾക്ക് ആ മാഡത്തെ കാണൂ, അതുവഴി വരൂ. മാഡം. സാർ വരൂ, ഇരിക്കും. എത്ര രൂപയാണ് സാർ നിക്ഷേപിക്കുന്നത്? അല്ല, ഇപ്പോഴല്ല, എനിക്കിപ്പോ 200 രൂപ വേണം. അയ്യോ, അത് പറ്റില്ല സാർ. 20,000 രൂപ മിനിമം അല്ലേ? മാക്സിമം എത്രയാണ്? അത് എന്റെ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടെന്ന് നോക്കാമോ? ഇതാ പാസ്ബുക്ക്. വല്ല 10,000 കാണുന്നത്. അവിടെ കൊടുക്കുമോ? പത്ത് രൂപയോ? 10,15,450. ഓക്കെ, അത്രയും തുക ഇപ്പൊ തന്നെ പിൻവലിക്കാം. അയ്യോ സാർ, ഇത്രയും തുക പെട്ടെന്ന് എന്താ പറ്റില്ലേ? മിനിമം 20,000, മാക്സിമം എന്ന് വെച്ചാൽ മാക്സിമം. അല്ല അത് അല്ല സാറേ, സാറേ, ഇത്രയും തുക ഇവിടെ സൂക്ഷിക്കാറില്ല. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് എന്റെ മുഴുവൻ കാശ് ഇപ്പൊ തന്നെ കിട്ടണം. എന്റെ പൈസ തരാൻ പാടില്ല എന്ന് ഇവിടെ നിയമമൊന്നുമില്ലല്ലോ. അതല്ല സാർ, ഇത്രയും തുക തന്നാൽ നമ്മുടെ പ്രവർത്തനത്തെ ബാധിക്കും. അത് മാത്രമല്ല, മെയിൻ ബ്രാഞ്ചിൽ നിന്ന് എടുത്താലേ ആ തുക തികയുള്ളൂ. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു 10 മിനിറ്റ്. ഓ ശരി ശരി ശരി, ഓക്കെ. ഇതാ പണം. മുഴുവൻ തുക ഉണ്ടല്ലോ. കൊണ്ടുതാ, വേണം എണ്ണി നോക്കോളൂ. എണ്ണി നോക്കോളൂ. വേണ്ട വേണ്ട, എനിക്ക് വിശ്വാസമാണ്. സാർ, ഇതിന്റെ പേരിൽ നമ്മളോട് പിണങ്ങരുത് കേട്ടോ. ഹേയ്, എനിക്ക് നിങ്ങളോട് പണക്കൊന്നുമില്ല. തീർച്ചയായിട്ടും എനിക്ക് ആവശ്യം 200 രൂപയാണ്. അപ്പൊ ഞാൻ ബാക്കി 10,15,250 രൂപ ഞാൻ ഇപ്പൊ തന്നെ നിക്ഷേപിക്കുന്നു.